എന്റെ അമ്മേ, വിസ്ത വേളാങ്കണ്ണി അമ്മേ, നാട് വിട്ട് നാട് വന്ന് ജീവിക്കാൻ വേണ്ടി ഓരോ വേഷം കെട്ടുവാ. എന്റെ അമ്മ എന്നെ കാത്തു രക്ഷിക്കണേ. അമ്മേ, പ്രകാശിപ്പിക്കണേ. ഹലോ, മഹേഷ് ആം ഓപ്പറേറ്റ്. ആ വക്കിച്ചാനാ, എന്തായി? ലൈറ്റ് സെറ്റ് കൂടെ ശരിയായോ? ഓക്കെ ആണല്ലോ, സ്വിച്ച് ഓൺ ചെയ്യട്ടെ? ആ ആഹാ, അമ്മ പ്രകാശിപ്പിച്ചു. ഓക്കെ ആയോ? നീ എന്നെ ഒന്ന് ആക്കാൻ നോക്കുക. ഇതുകൊണ്ടൊക്കെയാ നീ ഒന്നും ഗുണം പിടിക്കാത്തത്. നീ വന്ന് സൂര്യനെ പോലെ കത്തി ജ്വലിക്കുന്നത് കണ്ടിട്ടും നിന്റെ കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പണ്ടാരാണ്ട് പറഞ്ഞ പോലെയാ നിന്റെ കണ്ണിന്റെ അകത്ത് വേറെ എന്തുവാ. മോനെ, ഹൃദയശുദ്ധി വേണം. ഹൃദയശുദ്ധിയോടുകൂടി വിളിച്ചാൽ വേളാങ്കണ്ണി മാതാവ് വിളി കേൾക്കും. അതില്ലാത്തതുകൊണ്ടാ ഇങ്ങനെ താണാ കൂണാൻ നടക്കണത്. അത് ജർമ്മനാ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആഹാ, നിങ്ങനെ വാ വിളിച്ചിട്ട് കാര്യമില്ല. ഇവനെ പോലെയുള്ള ചില ചെറ്റുകൾ എനിക്ക് റിപ്പയറിംഗ് കുട്ടൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു തന്നൂടെ? എന്തോ അല്ല, നമ്മളൊക്കെ നാട് വിട്ട് നാട് വന്നില്ലയോ? നീ വന്നതുപോലെ അല്ല ഞാൻ വന്നത്. അതല്ല അച്ഛാ, ഇപ്പോഴത്തെ ഡ്രൈവർ പണി ഒരു കയറ്റം കിട്ടിയാ തന്നെ നീയൊക്കെ തലേ കയറി ചെവി കടിക്കത്തില്ലേ? പരിമല പള്ളിയാൻ സത്യം ഞാൻ കടിക്കത്തില്ല, പ്രത്യേകിച്ച് തലേ കയറിയിരുന്ന് ഒട്ടും കടിക്കത്തില്ല. കയറാ നീങ്ങ. ഇവിടെ പൊന്നു മോനെ, കൂടുതൽ സൂപ്പിക്കല്ല. നിർത്തി. മലയാളികൾക്ക് സഹായം ചെയ്യുന്ന പരിപാടി വക്കച്ചായം നിർത്തി. പ്രത്യേകിച്ച് നാട്ടുകാർക്ക് കുനിഞ്ഞു നിന്ന സത്യം. ഇന്ന് ഡേറ്റ് എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? ഇന്ന് സെപ്റ്റംബർ 2. സെപ്റ്റംബർ 2. ഈ ദിവസത്തിന് വല്ല വിശേഷമുണ്ടോ? വിശേഷം ഓർമ്മ കിട്ടുന്നില്ല അല്ലേ? പഞ്ചാര അടിച്ചോണ്ട് എന്റെ പുറകെ നടന്ന 2 കൊല്ലം കൃത്യമായിട്ട് ഈ ഡേറ്റ് ഓർമ്മയുണ്ടായിരുന്നു. കോൺവെന്റ് ഹോസ്റ്റലിന്റെ ഗേറ്റില് കൈ നിറയെ പൂക്കളം പിടിച്ചോണ്ട് പരപരാ വെളുക്കും എത്തുമായിരുന്നു. ചുണ്ടിൽ ഒരു പുന്നാര ചിരിയും ഫിറ്റ് ചെയ്തോണ്ട്. കൈ തല്ലെന്നെടുക്ക്. ആ, ഞാൻ ചേർച്ചിലുണ്ടാവും. മാസം കഴിയും മുമ്പ് അങ്ങ് എത്തണം. പിന്നെ I love you too. അത്രയും നീട്ടണ്ട. ശരിയല്ല. ഡിയർ വീണ, മലയാളം ബെസ്റ്റ്. എന്റെ വീണ മോളെ, എന്റെ പൊന്ന് വീണ മോളെ, ക്ഷമിക്കടി. അറിഞ്ഞോണ്ടല്ല, ഈ ജോലി തിരക്കിനിടയ്ക്ക് മാസവും തീയതി ഒന്നും ഓർത്തില്ലെന്നേ. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. ഇങ്ങനെ പറഞ്ഞു കേൾക്കൂലേ? ഏക്കും.
എന്റെ പൊന്ന് വീണമോളെ, അത് ഞാൻ ഈ ക്ഷമിക്കടി, അറിഞ്ഞോണ്ടല്ല. ജോലി തിരക്കിനിടയ്ക്ക് മാസവും തീയതിയും ഒന്നും ഓർത്തില്ല. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. അയ്യടാ, ഇനി നോക്ക്. മാസം കഴിയും മുമ്പേ എത്തണമെന്ന് പറഞ്ഞിട്ട്. അയ്യോ, കുർബാന കഴിഞ്ഞ് എല്ലാരും പോയോ? ഇല്ല, ഒരാളകത്തുണ്ട്. ആര്? മിസ്റ്റർ ജീസസ് ക്രൈസ്റ്റ്. മിസ്റ്റർ ജി മതിയല്ലോ, നമുക്ക് പുള്ളിക്കാരൻ മാത്രം മതിയെന്ന്. വാ വാ വാ, പുള്ളി പോയി നമുക്ക് അവിടെ എത്തണം. എത്ര ജന്മം എടുത്താലും ഈ മാലാഖ കൊച്ചിനെ തന്നെ എനിക്ക് കൂട്ടായി തരണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ജ്വലിക്കും മൺചിരാതുകൾ തൻ പ്രഭ വിടർത്തുന്ന സൂനമോ നിൻമുഖം, അതോ മമ സഖി നിൻ കവിളിണ പടർത്തു മരുണിമയിൽ തിളങ്ങുന്നുവോ ദീപനാളം. അമ്പടാ, കൊള്ളാലോ. ഈ കവിത ആരുടേതാണെന്നറിയോ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? സാറിന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ദ ഗ്രേറ്റ് പോയിറ്റ് മിസ്റ്റർ വിജയകൃഷ്ണന്റേത് അല്ലേ? പിന്നല്ലാതെ, ഇത്രയും സുന്ദരമായ കൽപ്പന വേറെ ആർക്കുണ്ടാവും മോളെ? ഇത്രയും ഡിയറസ്റ്റ് ആയിട്ടും പാർട്ടി ഇതുവരെ എനിക്കൊന്ന് കാണാൻ കിട്ടിയില്ലല്ലോ മോനെ. അവനെങ്ങനെ എളുപ്പത്തിലൊന്നും കാണാൻ പറ്റിയല്ല. ആളൊരു പ്രത്യേക ടൈപ്പാ. ഞങ്ങൾ നാട്ടിൽ ഒരുമിച്ച് ഇങ്ങനെ മതി കത്തി വെക്കാതെ സാറേ. അതെ, ഇങ്ങനെ കാൻഡിൽസും കത്തിച്ച് ചാപ്പാടും കഴിച്ച് പാത്രം കഴുകി ഇരുന്നാ മതിയോ? പിന്നെ അല്ല, ഇതൊക്കെ ഒന്ന് ആഘോഷിക്കാൻ ഒന്ന് രണ്ട് മക്കളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നില്ലേ? അയ്യടാ, ആശ നോക്ക്. എന്താ കുട്ടികൾ വേണ്ടേ? ആദ്യം സാറിന്റെ ഈ കുട്ടികളെയൊക്കെ ഒന്ന് മാറട്ടെ. അയ്യോ, അപ്പോഴേക്കും മൂത്ത് നരയ്ക്കും. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്നാ. ഇപ്പോഴേ നോക്കിയില്ലേ, പിള്ളേര് കിൻഡർ ഗാർഡനിൽ എത്തുമ്പോ നമ്മൾ കുഴിയിലേക്ക് കാല് നീട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം രണ്ടായിക്കോട്ടെ വന്നേ. അത്രയല്ലേ ആയുള്ളൂ. എവിടെ നമ്മുടെ വക്കച്ചാന്റെ ഫാമിലി നോക്ക്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ടേ കറക്റ്റ് 8 കൊല്ലായി അറിയോ? എന്നിട്ട് അവർ ഇതേവരെ ഒരു തൈയും നട്ടില്ല. അവർക്കെന്താ കുറവ്? കുറവുണ്ടോ ഇല്ലയോ എന്ന് നീ ഒന്ന് പെറാതെ എങ്ങനെ അറിയും? അയ്യടാ, തൽക്കാലം ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഒരു ഡേ ലീവ് കിട്ടിയാ മതി, ഉടനെ കുപ്പി പൊട്ടിച്ചങ്ങ് തുടങ്ങിക്കോളും. കഷ്ടം. എന്തോ നീ വല്ലതും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നേ. അല്ലേലും എനിക്കിത് വേണമടി. ഞാൻ നിന്നെ കെട്ടുമായിരുന്നില്ലല്ലോ. നീ എന്നെ കെട്ടി ജർമ്മനി കൊണ്ടുവന്ന വഴിയെ പോയില്ലേ? എന്റെ ആണത്തം എന്താ ശരിയല്ലേ? എഞ്ചിനീയർ വക്കച്ചന്റെ ഇവിടുത്തെ പണി എന്നതാ. ചുമ്മാതല്ലോ, നല്ല ചക്രം മാസം മാസം അങ്ങോട്ട് എണ്ണി വാങ്ങുന്നില്ലയോ? ഓ, ചക്രം ചക്രം എന്ത് പറഞ്ഞാലും നിനക്ക് ഈ ചക്രത്തിന്റെ കാര്യം പറയാനുള്ളോ? ജീവിതത്തിന് എന്താ ഒരു സുഖം? എല്ലാം മണിക്കണക്കാ. മണി തെറ്റിയാ തീർന്നു പണി. നാട്ടിൽ എങ്ങനെ അടിച്ചു പൊളിച്ചവനാ ഞാൻ. ഫോറിൻ കേസല്ലേ എന്ന് വെച്ച് ചാടിക്കേറി പിടിച്ചതാ. ഇന്ന് എത്ര പേക്ക് കഴിച്ചു? എത്ര കഴിച്ചാലും കഴിച്ചില്ലേലും വക്കച്ചന് പറയാനുള്ള സങ്കടം ആരോടും പറയും. ഓ, തുടങ്ങി ഓളസ് ഇൻ ഓർണൂൺ. ഇന്നിനി സങ്കടം പറഞ്ഞത് മതി, പോയി കിടക്കാൻ നോക്ക്. ഇന്നലെ മുഴുവൻ ഉറക്കം നിന്നതല്ലയോ? അപ്പൊ നീ വരുന്നില്ലേ? ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒറ്റാന്തടിയായി പെര അറിഞ്ഞു നിൽക്കുന്നതിൽ നിനക്കൊരു സങ്കടവും ഇല്ല അല്ലേ? ഇല്ല. ഇല്ലേ? കാണത്തില്ല. എങ്ങനെ കാണും? കൂത്താട്ടുളങ്കാരി കത്രീന നേഴ്സ് ജർമ്മനി വന്ന് പഠിച്ചൊരു ഊപ്പ ഡോക്ടർ ആയപ്പോ അവക്ക് അന്തസ്സായിട്ടൊന്ന് പെറാൻ പോലും സമയമില്ല. പിതാവേ, എബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമേ, ഇതെന്തൊരു ലോകം! ഇനി എന്റെ വായിന്ന് വല്ലത് കേക്കും കേട്ടോ. നീ പറഞ്ഞോടി, നീ എന്റെ ഭർത്താവല്ലേ?